എന്താടാ? എല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിക്കാൻ പോവാണ്. എങ്ങനെ? ഡൈനാമറ്റ് വെച്ച് കഴിഞ്ഞു. ഇനി തീപ്പെട്ടി എടുക്കണം, ഉരയ്ക്കണം, കൊളുത്തണം. നീ എന്തുവാടാ ഈ ബളുബളാ പറയുന്നത്? കാര്യം പറ. നമ്മുടെ കൊച്ചച്ഛൻ നാളെ ജോഡിയുടെയും മോഡിയുടെയും കല്യാണം നടത്തി കൊടുക്കാൻ പോവാ. എവിടെ വെച്ച്? അച്ഛോ, ഈ ഫൊറോനാപ്പള്ളി വെച്ച്. നീ എങ്ങനെ അറിഞ്ഞു? മൈക്കിളിന്റെ വീടിന്റെ പരിസരത്തുനിന്ന് എല്ലാ ഒരുക്കങ്ങൾ കഴിഞ്ഞു. പോടാ, ഇവിടെ ഒരു ചുക്കും നടക്കുകയില്ല. പാപ്പാ, എന്തോ? നീ പോയി മത്തായിച്ചന്റെ കാർ കൊണ്ടുപോവാ. എനിക്ക് ഇന്ന് തന്നെ ബിഷപ്പിനെ കാണണമെന്ന് പറ. ദേവന്ന് കഴിഞ്ഞു. ഇരിച്ചിരി അറിയരുത്. അത് ഞാൻ ഏറ്റു. മത്തായിച്ചനെ വിളിച്ചോണ്ട് വരാം. ഓടി ഓടി. എന്തിനാണ് മത്തായത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്? മത്തായത്തിനൊക്കെ വരും. ഓ എന്റെ ഈശോയെ, വികാരിയച്ഛനെ കണ്ടില്ലല്ലോ. അവിടെ നിന്ന് കേട്ടാ നേരമായല്ലോ. എന്ത് കൊള്ളാമടാ, എന്റെ അനുവാദത്തിനുണ്ട് കാത്തിരിക്കുന്നു. ചുണയില്ലാത്ത വർഗങ്ങൾ. കൊച്ചുചമ്മടി എന്താ പതിവില്ലാത്തതുപോലെ? പതിവില്ലാത്ത സംഭവമാണല്ലോ ഇവിടെ നടന്നത്. നടക്കാവുന്നത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. വഴിമാറത്തിൽ എങ്ങോട്ടേക്ക്? എന്റെ മുറിയിലേക്ക്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർക്ക് അഭയം കൊടുക്കുന്നതല്ല ഈ പള്ളി. നിങ്ങളുടെ കാര്യം നോക്കും. മാറും.
നീ ആരാളാ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് വിചാരിച്ചു. നീ ആടാ ഇതിനൊക്കെ കാരണം. നിനക്ക് കിട്ടണം, ആദ്യം കിട്ടണം. തനിക്കും തന്റെ കുട്ടികൾക്ക് അതിന് ധൈര്യമുണ്ട്. നിർത്തു. ഇവിടെ ഒരു ബലപരീക്ഷണം ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും അക്രമം കാണിച്ചാൽ അത് എന്നോട് ചെയ്യുന്ന അനീതിയായിരിക്കും. അവർക്ക് പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും നടക്കട്ടെ. വിചാരിച്ച വന്നു. അച്ഛൻ ഇതിനു വേണ്ടിയാണോ ഇത്ര വീർത്തത്? വൈദിക കർമ്മങ്ങളിൽ നിന്നും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. കളം ഇനി ഒരു പുരോഹിതനല്ല, മെത്രാനച്ഛന്റെ തിരുകൽപ്പനയാണ്. ജോണിയുടെ വിവാഹം നടത്തിക്കൊടുത്ത ആ കയ്യിലേക്ക് ഒരു മിന്നുകൂടി എടുത്ത് കൊടുത്താട്ടെ. കളത്തിൽ അച്ഛൻ ഇന്ന് തന്നെ ആ ഫിലോമിനെ കെട്ടിക്കോട്ടെ. ആ ലോഹ അടിച്ചു വെച്ചിട്ട് എന്ത് പറഞ്ഞു? മൈക്കിളേറ്റിന് ചോദിക്കുന്ന പോയ മകളോട് ചോദിച്ചു നോക്ക്. ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണ്. പറയടി, ഇവരെന്താണ് പറയുന്നത്? പറയടി. ഞാൻ പറയാം. ഞാനൊരു വൈദികനായി തീരുമെന്ന് നേരിയ സങ്കല്പം പോലും ഇല്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ സ്നേഹിച്ചിരുന്നു. കോളേജിൽ എന്റെ അമ്മയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ എന്നെ തന്നെ സ്വയം ദൈവത്തിൽ അർപ്പിച്ച് എന്ന് ഞാൻ സെമിനാരിയിൽ വലതുകാൽ വെച്ചോ ആ നിമിഷം മുതൽ ഇതുവരെ വൈദികന്റെ ധാർമ്മിക ബോധത്തിൽ നിന്നും മനസ്സാ വാച കർമ്മണ ഞാൻ വ്യതിചലിച്ചിട്ടില്ല. ഒരു കത്തോലിക്ക വൈദികൻ അനുഷ്ഠിക്കേണ്ട നിഷ്ഠകളിൽ നിന്നും അത്യുന്നതങ്ങളായ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ഈ ഭൂമുഖത്ത് ഒരു ശക്തിക്കും ഇന്നോളം കഴിഞ്ഞിട്ടില്ല. വൈദികർ വിവാഹിതരാകാമെന്ന് വാദിച്ചത് നിങ്ങൾക്ക് തെറ്റുപറ്റി. തിരുസഭയുടെ ധർമ്മനീതികളിൽ കാലത്തിന് അനുകൂലമായ പരിവർത്തനങ്ങൾ വരുത്തണമെന്ന് ഞാൻ വാദിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാത്തതുപോലെ എന്നെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വൈദികർ വിവാഹിതരാകാമെന്ന് വരെ ഞാൻ വാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാദിച്ചത് എനിക്ക് വിവാഹിതനാകാനല്ല. ഒരു കത്തോലിക്ക പുരോഹിതന്റെ കവചമായ ബ്രഹ്മചര്യം മരണം വരെ തുടരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കർത്താവിന്റെ തിരുവചനമാണ് എനിക്ക് ആവർത്തിക്കുവാനുള്ളത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കേണമേ.